ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ചക്കക്കുരു ഒന്ന് മിക്സിയിൽ കറക്കി നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ചക്കക്കുരുവിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ചക്കക്കുരു. മുടിയുടെ ഗ്രോത്തിനും സ്കിന്ന് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫോസ്ഫറസ്, മാഗ്നീഷ്യം, സിങ്ക് എന്നിവയുടെ കലവറ കൂടിയാണ് ചക്കക്കുരു. അതുകൊണ്ട് ചക്കക്കുരു കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സ്നാക്ക് റെഡിയാക്കി നോക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരു എടുക്കാം. ഒരു 10-25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. ഇപ്പൊ 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ നന്നായി പോയതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ കാണുന്നില്ലേ, ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് കൈവച്ചിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ തൊലി നീക്കം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള ആ ചുവപ്പ് കളറ് നീക്കണം എന്നില്ല കേട്ടോ. അതിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പുറമേയുള്ള തൊലി മാത്രം നീക്കം ചെയ്താൽ മതി. ചക്കക്കുരുവിൻ്റെ തൊലി നീക്കം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. ഇതേമാതിരി ഒന്ന് കുക്കറിൽ അടിച്ചു നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ തൊലിയൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് തട്ടിക്കൊടുക്കാം. വല്ലാതെ ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3 എണ്ണം ആകാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആവുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. ഇനി ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൊക്കുവടക്കൊക്കെ കുഴക്കില്ലേ, അതേ ഒരു പരുവത്തിൽ വേണം ഇതും കുഴച്ചെടുക്കാൻ. വല്ലാതെ വെള്ളം ഏറരുത് കേട്ടോ. വെള്ളം കുടഞ്ഞെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ആകൃതിയിലോ ആക്കാം. ഞാനിവിടെ പൊക്കുവടയുടെ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് മൊരിയിപ്പിച്ചെടുക്കണം. തീ കൂടുന്നുണ്ടെങ്കിൽ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ടാകും. ഇതേമാതിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കോരി മാറ്റാം.
വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് ചക്കക്കുരു. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേമാതിരി തന്നെ ഇട്ട് കൊടുക്കാം. ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും നിങ്ങൾക്ക് മൊരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും എളുപ്പത്തിലുമുള്ള ചക്കക്കുരു സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർക്ക് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.